ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് സവാളയും ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടപ്പ് തുറന്ന് വെച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് കോവയ്ക്ക വരട്ടിയെടുക്കുക. നന്നായി വരണ്ട് കഴിയുമ്പം അടുപ്പിൽ നിന്നും വാങ്ങാം. ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ.